ഹലോ ഡിയേഴ്സ്, ഇന്ന് നോക്കുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഇപ്പോഴത്തെ സാഹചര്യം, അതുപോലെ അവരെന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്നുള്ള ഒരു ടോപ്പിക്കാണ് നോക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസൊനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ എനർജീസ് ആവാം ഇവിടെ വരുന്നത്. നിങ്ങൾക്ക് റെസൊനേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടുകളയുക. ജനറൽ റീഡിംഗ് കണ്ടതിന് ശേഷം ലൈഫിൽ ആരും ഒരു ഡിസിഷൻ എടുക്കാതെ ഇരിക്കുക. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ വ്യക്തിയെ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. അവരുടെ നെയിം റിപ്പീറ്റായിട്ട് മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോഴേക്കും ഞാൻ കാർഡ് ഷഫിൾ ചെയ്യുന്നതാണ്. ഞാൻ ഈ ഒരു കാർഡ് ഷഫിൾ ചെയ്യുന്നത് വേണമെങ്കിൽ നിങ്ങൾക്ക് പ്ലേ ബാക്ക് സ്പീഡ് കൂട്ടിയിട്ട് കാണാവുന്നതാണ് കേട്ടോ. അതായിരിക്കും ബെറ്റർ, കാരണം സ്കിപ്പ് ചെയ്യാതെ ഇരിക്കുക. Ten of Wands, Nine of Cups. നമ്മൾ ആദ്യമേ നോക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ പാസ്റ്റ് എനർജിയാണ് കേട്ടോ. Six of Pentacles, Seven of Swords, Ten of Swords, King of Wands, the Hermit, the High Priestess, Knight of Cups, Temperance. അപ്പം ആദ്യത്തെ റോയിലുള്ളത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ പാസ്റ്റാണ്. ഇത് അവരുടെ കറണ്ട് എനർജിയാണ് കേട്ടോ. നമുക്ക് വേറൊരു ഡെക്കിൽ നിന്നും കൂടി കുറച്ച് കാർഡ്സ് എടുക്കാം. അത് അവർ ഇതുവരെ ഫേസ് ചെയ്ത സിറ്റുവേഷനാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. അല്ലെ അവർ ഏതൊക്കെ സാഹചര്യത്തിലൂടെയാണ് കടന്നു പോയിട്ടുള്ളത്. നൈറ്റ് ഓഫ് വാൻസ്, the Devil, Three of Cups, Five of Wands, Nine of Swords, Ten of Wands, ഇവിടെ നമുക്ക് ബോട്ടം എനർജി കിട്ടിയിരിക്കുന്നത് എയ്റ്റ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. അതായത് ഇപ്പോഴത്തെ അവരുടെ കറണ്ട് എനർജി വെച്ച് പറയുകയാണെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ആ ഒരു വ്യക്തി ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണ് എന്നുള്ള ഒരു എനർജിയാണിത് കേട്ടോ. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് റീഡിങ്ങിലോട്ട് പോകുമ്പോൾ എല്ലാ സാഹചര്യവും
എല്ലാം നോക്കാൻ പറ്റുന്നതാണ്. അപ്പം ഇതാണ് ഇവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ്. നിങ്ങൾക്ക് കാർഡ്സ് എല്ലാം കാണാമെന്ന് കരുതുന്നു. ക്ഷമിക്കണം, ഇവിടെ സ്ഥലം വളരെ കുറവാണ്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് റീഡിങ്ങിലോട്ട് പോകാം കേട്ടോ. ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ മാനസികാവസ്ഥ നോക്കുമ്പോൾ മറ്റൊരു സാഹചര്യം കൂടി ഇവിടെ കാണുന്നുണ്ട് കേട്ടോ. അതായത് നിങ്ങളോടൊപ്പം തന്നെ മറ്റൊരു സിറ്റുവേഷൻ കൂടി ഫേസ് ചെയ്യുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ മറ്റൊരു റിലേഷൻഷിപ്പ് കൂടി ഫേസ് ചെയ്യുന്ന വ്യക്തിയായിട്ട് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഈ ഒരു പേഴ്സൻ്റെ ഒരു ഫുൾഫിൽമെൻ്റ് ആയിട്ട് കണ്ട ഒരു ബന്ധമാണ്. അതായത് അവർ വളരെയധികം മാനസിക തൃപ്തിയോടുകൂടി ഈ ഒരു റിലേഷൻഷിപ്പ് കണ്ടിട്ടുള്ള വ്യക്തിയാണ്. പക്ഷേ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഭയങ്കരമായിട്ടുള്ള ബാധ്യതയായി പോകാനുള്ള ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായിട്ടുള്ളതായിട്ടാണ് ഇവിടെ കാണുന്നത്. അതായത് താങ്ങാൻ കഴിയുന്നതിലും ഭാരം ഒരു വ്യക്തിക്ക് വന്നാൽ എന്ത് ചെയ്യും? നമ്മളത് എവിടെയെങ്കിലും ഇറക്കി വെക്കും അല്ലേ? അപ്പം അതുപോലെയുള്ള ആറ്റിറ്റ്യൂഡാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പും അതുപോലെ ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്ന മറ്റൊരു റിലേഷൻഷിപ്പും കൂടി വന്നപ്പോൾ മുന്നോട്ട് പോകാനായി വളരെയധികം കഷ്ടം തോന്നിയിട്ട് നിങ്ങളെ താഴെ ഇറക്കി വെച്ച ഒരു സിറ്റുവേഷനാണ് ഇവിടെ കാണുന്നത്. അതാണ് ഫസ്റ്റ് കാർഡ് സൂചിപ്പിക്കുന്നത്. കണ്ടോ, ആ ഒരു വ്യക്തി വളരെയധികം ഭാരം ചുമന്നുകൊണ്ട് പോകുന്നത്. അതായത് ഒരു സമയത്ത് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ രണ്ട് കാര്യങ്ങൾ ഉണ്ടാകുക, അത് ബാലൻസ് ചെയ്യാൻ പറ്റാതെ വരുന്ന ഒരവസ്ഥ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഏതെങ്കിലും ഒരു കാര്യത്തിന് മുൻഗണന കൊടുക്കും, മറ്റൊരു കാര്യം ഒഴിവാക്കി വിടാനായിട്ട് ശ്രമിക്കും. അപ്പം ആ ഒരു രീതിയിലാണ് ഈ ഒരു പേഴ്സൻ്റെ പാസ്റ്റ് കാണാനായിട്ട് സാധിക്കുന്നത്. ഞാൻ ആദ്യമേ നിങ്ങളോട് പറഞ്ഞു, ആദ്യത്തെ റോയിലുള്ളത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ പാസ്റ്റ് കാര്യങ്ങളാണ്. ഇവിടെ ഈ ഒരു വ്യക്തി കൂടുതലായി മുൻഗണന കൊടുത്തതും ചൂസ് ചെയ്തതും നിങ്ങളെ കൂടാതെ അവരുടെ ലൈഫിൽ വന്ന റിലേഷൻഷിപ്പിനാണെന്നാണ് കാണുന്നത്. ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനാണ് ആ ഒരു സമയത്ത് അവർ പ്രയോറിറ്റി കൊടുത്തിട്ടുള്ളത്. അപ്പം ഇത്തരത്തിൽ നിങ്ങളുടെ ബന്ധത്തിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു പേഴ്സണാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. തീർത്തും നിങ്ങൾ തമ്മിൽ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലൂടെ പോകാനാണ് ചാൻസ് കൂടുതൽ. നിങ്ങളും ഈ ഒരു പേഴ്സണുമായിട്ട് യാതൊരുവിധ കോണ്ടാക്റ്റോ കാര്യങ്ങളോ കാണണമെന്നില്ല. അല്ലെങ്കിൽ പരസ്പരം ബ്ലോക്കൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾ തമ്മിൽ യാതൊരുവിധ കമ്മ്യൂണിക്കേഷനും ഇല്ലാത്ത ഒരു സമയമായിട്ടാണ് ഇവിടെ കാണുന്നത്. ഇവിടെ നോക്കുമ്പോൾ കാണാം, നിങ്ങൾ ഒരുപാട് വിഷമിക്കും, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ നിന്ന് മാറി മറ്റൊരു കാര്യത്തിന് പ്രാധാന്യം കൊടുത്ത് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ തീർത്തും ഇല്ലാതായി പോകും. ഇവിടെ വന്നിരിക്കുന്ന 10 of Swordsന്റെ എനർജി പോലെ, അതായത് നിങ്ങൾ കണ്ടല്ലോ, ഒരു വ്യക്തിയെ നിറയെ വാളുകൾ 10 വാളുകൾ കൊണ്ട് കുത്തി മുറിവേൽപ്പിച്ചിരിക്കുകയാണ്. ആ ഒരു 10 of Swordsന്റെ എനർജി പോലെ ഓർക്കാപ്പുറത്ത് പിന്നിൽ നിന്ന് കുത്തി കടന്നു പോയാൽ നിങ്ങൾക്ക് എത്ര വേദനിക്കുമെന്ന് ഈ ഒരു വ്യക്തിക്ക് നല്ല രീതിയിൽ അറിയാവുന്ന ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ നിങ്ങളെ എല്ലാം അറിഞ്ഞുകൊണ്ട് വഞ്ചിച്ച ഒരു വ്യക്തിയായിട്ടാണ് ഇവിടെ കാണാനായിട്ട് കഴിയുന്നത്. അതായത് ഈ ഒരു വ്യക്തിക്ക് തന്നെ അറിയാം താൻ ചെയ്യുന്നത് തെറ്റാണ്, അങ്ങനെ അറിഞ്ഞുകൊണ്ട് നിങ്ങളെ വഞ്ചിച്ച ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത് കേട്ടോ. ഈ ഒരു വ്യക്തിയുടെ ഇത്തരത്തിലുള്ള പെരുമാറ്റം നിങ്ങളെ അത്രയധികം വിഷമിപ്പിക്കുന്നതാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരവസ്ഥയുണ്ടാകും എന്നറിഞ്ഞുകൊണ്ട് നിങ്ങളിൽ നിന്ന് മാറിപ്പോയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് തന്നെയാണ് ഇവിടെ കാണുന്നത്. അതായത് ചീറ്റ് ചെയ്തിട്ടാണ് ഞാൻ പോകുന്നത് എന്ന കാര്യം നന്നായി മനസ്സിലാക്കിയിട്ട് പ്രവർത്തിച്ച വ്യക്തിയായിട്ടാണ് ഇവിടെ കാണുന്നത്. ഇവിടെ നോക്കുമ്പോൾ കാണുന്നത് പോലെ തന്നെ നിങ്ങളുടെ ആ ഒരു അവസ്ഥ അല്ലെങ്കിൽ വിഷമഘട്ടം മനസ്സിലാക്കിക്കൊണ്ട് തിരിഞ്ഞോടുകയാണ്. കാരണം നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാം, നിങ്ങളെ പിറകിൽ നിന്ന് കുത്തി വീഴ്ത്തി അവിടെ ഇട്ടിട്ട് ആ ഒരു വ്യക്തി കടന്നു കളയുകയാണ്. ആ ഒരു അവസ്ഥയാണ് നിങ്ങൾക്കുണ്ടായത്. ഈ ഒരു വ്യക്തി ചിന്തിച്ചത്, എനിക്ക് എൻ്റെ കാര്യമാണ് വലുത്, എനിക്ക് എൻ്റെ ലൈഫ് സെക്യൂർ ആക്കിയേ പറ്റുകയുള്ളൂ എന്ന രീതിയിൽ തിരിഞ്ഞു നോക്കിക്കൊണ്ട് ഓടുന്ന ഒരു പേഴ്സണായിട്ടാണ് ഇവിടെ കാണുന്നത്.
ചിലപ്പോൾ നിങ്ങൾക്കും അറിയാവുന്ന കാര്യമായിരിക്കും അപ്പുറത്ത് ഇങ്ങനെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്, അല്ലെങ്കിൽ അവർ ഒരു ഭീഷണിയായി നിങ്ങളുടെ വ്യക്തിയോടൊപ്പം ഉണ്ട് എന്ന് നിങ്ങൾക്കും അറിയാവുന്ന ഒരു കാര്യമായിരിക്കാം. പക്ഷെ ഒരിക്കലും നിങ്ങളെ പിറകിൽ നിന്ന് കുത്തി കടന്നു കളയുമെന്ന് നിങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല. എന്തൊക്കെ പ്രശ്നമുണ്ടെങ്കിലും നിങ്ങളെ താങ്ങി പിടിക്കും. ആ ഒരു തേർഡ് പാർട്ടിയെ ആയിരിക്കാം ഉപേക്ഷിക്കാനായിട്ട് പോകുന്നത്. നിങ്ങളെ ഒരു കാരണവശാലും ഈ ഒരു വ്യക്തി കൈവിട്ട് കളയില്ല എന്നൊരു ആത്മവിശ്വാസം നിങ്ങൾക്കുണ്ടായിരുന്നു. ഈ പറഞ്ഞതുപോലെ ഒന്നുമല്ലാതെ തീർത്തും സൈലന്റ് ആയിട്ട് നിങ്ങളോടൊന്നും പറയാതെ ഒരു സൂചന പോലും തരാതെ പെട്ടെന്ന് അപ്രത്യക്ഷമായ വ്യക്തിയാണെങ്കിൽ പോലും നിങ്ങൾക്ക് അത്രത്തോളം ഒരു ആഘാതം ഉണ്ടായിട്ടുണ്ടായിരിക്കാം. നിങ്ങളുടെ സാഹചര്യമായിട്ട് കണക്ട് ചെയ്തെടുക്കുക കേട്ടോ. അതാണ് ഞാൻ ഡിഫറെൻറ്റ് സിറ്റുവേഷൻ പറയുന്നത്. അപ്പം എന്തായാലും ഈ ഒരു വ്യക്തി നിങ്ങളുടെ വേദന കണ്ട് തിരിഞ്ഞോടിയ വ്യക്തി ആയതുകൊണ്ട് തന്നെ ഇയാൾക്ക് ഒരു സാഡിസ്റ്റിക് ബിഹേവിയർ ഉണ്ടെന്ന് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പം ഇതാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ പാസ്റ്റ് എനർജി. നിങ്ങളുടെ പാസ്റ്റ് ഇത്തരത്തിലുള്ളതാണെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇപ്പോൾ നിങ്ങളുടെ സിറ്റുവേഷൻ എങ്ങനെയുള്ളതാണെങ്കിലും ഈ ഒരു വ്യക്തിയുടെ ഇപ്പോഴത്തെ എനർജി നോക്കുമ്പോൾ അവർക്ക് ചെയ്തു പോയിട്ടുള്ള കാര്യങ്ങളിൽ അല്ലെങ്കിൽ നിങ്ങളോട് കാണിച്ച ആ വഞ്ചന, ആ ഒരു പ്രവൃത്തി അവർ വീണ്ടും വീണ്ടും തനിച്ചിരുന്ന് ചിന്തിക്കുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പം അത് അവരുടെ മനസ്സിലേക്ക് വരുമ്പോഴൊക്കെ, അതായത് നിങ്ങളോട് ചെയ്ത തെറ്റുകളൊക്കെ ആ വ്യക്തി എപ്പോഴും ഓർക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് അതിനെക്കുറിച്ച് കുറ്റബോധം ഉണ്ടാകുന്നു. ചെയ്ത കാര്യങ്ങളൊന്നും ശരിയല്ലായിരുന്നു എന്ന തോന്നൽ ആ വ്യക്തിയെ അലട്ടുന്നതായിട്ട് തന്നെയാണ് ഇവിടെ കാണുന്നത്. തെറ്റായിപ്പോയി എന്ന കുറ്റബോധം വന്നിട്ടുണ്ട്. അന്ന് അവർക്ക് ആ ഒരു കുറ്റബോധമൊന്നും ഇല്ലായിരുന്നു. കുറ്റബോധം ഉണ്ടായിരുന്നെങ്കിൽ അന്ന് അവർ നിങ്ങളോട് ആ ഒരു തെറ്റ് ചെയ്യില്ലായിരുന്നു. അപ്പം എന്തായാലും നിങ്ങളുടെ ബന്ധത്തിൽ നിങ്ങളെ അവർ കാണുന്നത് നിങ്ങൾക്ക് ഒരുപാട് അറിവുണ്ട്, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഉപദേശമൊക്കെ കൊടുക്കാൻ കഴിവുള്ള വ്യക്തിയാണ്, അല്ലെങ്കിൽ ജീവിതത്തിനെക്കുറിച്ച് ഒരുപാട് അറിവുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി ലൈഫിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത സമയത്തൊക്കെ നിങ്ങൾ പ്രോപ്പറായിട്ടുള്ള അഡ്വൈസൊക്കെ കൊടുത്ത വ്യക്തിയായിരിക്കാം. അപ്പം ഇത്തരത്തിലാണ് നിങ്ങളെ അവർ കണ്ടിരുന്നത്. അപ്പം അവരെക്കാൾ ഒരുപടി മുകളിലാണ് നിങ്ങളെ അവർ കണ്ടിരുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ ഈ ഒരു ബന്ധത്തിൽ 100% വിശ്വസ്തയോടു കൂടിയിട്ടാണ് നിന്നത് എന്നൊക്കെയുള്ള കാര്യം ഈ ഒരു വ്യക്തിക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ്. അതുപോലെ നിങ്ങൾ ആ ഒരു വ്യക്തിയുടെ ചുറ്റും ഒരു പ്രൊട്ടക്റ്റീവ് ലെയർ പോലെ നിന്നിട്ടുണ്ട് എന്നുള്ള കാര്യം ആ ഒരു വ്യക്തിക്ക് നന്നായിട്ട് അറിയാം. കാരണം ഏതൊരു സാഹചര്യത്തിലും നിങ്ങൾ അവരെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം. ആ ഒരു വ്യക്തിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടുള്ളത് നിങ്ങളായിരിക്കാം. ചില റിലേഷൻഷിപ്പ് നോക്കുകയാണെങ്കിൽ 2 പേരും ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ആയിരിക്കും. ചിലതിനകത്തോ ഒരാൾ കൂടുതൽ എനർജി കൊടുക്കുന്നുണ്ടാവും അല്ലേ, മറ്റേ ഒരാൾ അത്രത്തോളം ഉണ്ടാവണമെന്നില്ല. അതായത് അവരുടെ പ്രശ്നങ്ങൾ മുഴുവൻ കേൾക്കാനും അതിൽ പരിഹാരം പറഞ്ഞു കൊടുക്കാനും മാത്രമായിരിക്കും ഒരാളുടെ റോളെന്ന് പറയുന്നത്. എങ്കിൽ ചിലവരുടെ കേസിൽ നേരെ തിരിച്ചായിരിക്കും. നമുക്ക് എന്തും ചെന്ന് ഓപ്പണായിട്ട് പറയാനായിട്ട് സാധിക്കും. നമ്മുടെ കാര്യങ്ങളെല്ലാം മുഴുവൻ കേൾക്കും. അതുപോലെ നമുക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെയും ചെയ്തു തരും. അപ്പം എല്ലാവർക്കും പല പല സിറ്റുവേഷൻസ് ആണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർക്ക് നിങ്ങൾ എല്ലാമാണ്. അതായത് നിങ്ങളെന്ന് പറയുന്ന വ്യക്തി ഒരു ഭയങ്കരമായ പ്രൊട്ടക്ടറിനെ പോലെ അവരോടൊപ്പം നിന്നിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്ക് വേണ്ടി അവർ നിന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം ചോദിച്ചാൽ ഇല്ല എന്ന് പറയേണ്ടി വരും. ഓക്കെ, അപ്പം നമുക്ക് ഇനിയും തേർഡ് പാർട്ടി സിറ്റുവേഷനായിട്ട് വന്നിരിക്കുന്ന എനർജിയെക്കുറിച്ച് നമുക്ക് നോക്കാം. ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്കുള്ള ഈ ഒരു വ്യക്തിയുടെ പോക്കെന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ക്രൂഷ്യൽ സിറ്റുവേഷൻ വന്നപ്പോൾ ബാലൻസ് ചെയ്യാൻ പറ്റാതെ ആയ സിറ്റുവേഷനിൽ നിങ്ങളെ താഴെ ഇറക്കി വെച്ചിട്ടായിരിക്കാം അവരെ ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പം ആ ഒരു രീതിയിൽ അവർ ഫാസ്റ്റ് ആക്ഷൻ എടുത്തതിൻ്റെ റീസൺ എന്ന് പറയുന്നത് പെട്ടെന്നെടുത്ത ഒരു തീരുമാനത്തിൻ്റെ പുറത്താണ്. വളരെയധികം പാഷനേറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ആവേശത്തോടു കൂടിയിട്ടായിരിക്കാം അവർ ആ ബന്ധത്തിൽ പോയിട്ടുള്ളത്. മേ ബി അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ ബ്ലാക്ക് മാജിക് പോലത്തെ എന്തെങ്കിലും കാര്യങ്ങൾ ഈ വ്യക്തിക്ക് ഉണ്ടായിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ തേർഡ് പാർട്ടിയിൽ നിന്നുള്ള ഒരു ടെംപ്ടേഷൻ ആയിരിക്കാം.
അതായത് ഒരു വശീകരണ ശക്തി എന്നൊക്കെ പറയില്ലേ, ഒരു വശീകരിച്ച് കൊണ്ടുപോവുക എന്നൊക്കെ പറയില്ലേ, ആ ഒരു സിറ്റുവേഷൻ ആയിരിക്കാം. അല്ലെങ്കിൽ തേർഡ് പാർട്ടിയുമായിട്ട് കാർമിക്കായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു തീർക്കാനുള്ളത് കൊണ്ടായിരിക്കാം ഈ ഒരു വ്യക്തി അങ്ങനെ ഒരു സാഹചര്യത്തിൽ പോയത്. അപ്പം എങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിലും പെട്ടെന്നുള്ള ഒരു മനംമാറ്റം, ആ ഒരു തരത്തിലാണ് അവർ ആ ഒരു സിറ്റുവേഷനിലേക്ക് പോയിട്ടുള്ളത്. ഇവിടെ എന്തായാലും ഒരു എക്സ്റ്റേണൽ ഫാക്ടേഴ്സിൻ്റെ പുഷ് വന്നതായിട്ട് തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കും. അതാണ് ആ വ്യക്തി അന്ന് ആ ഒരു രീതിയിൽ പ്രവർത്തിച്ചിട്ടുള്ളത്. ചിലർക്ക് ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനായിട്ട് നിൽക്കുന്നത് ഫാമിലിയിൽ ഉള്ള വ്യക്തികളായിരിക്കാം, ചിലർക്ക് മറ്റേതെങ്കിലും ഒരു റിലേഷൻഷിപ്പും ആയിരിക്കാം. അതായത് നിങ്ങളെ കൂടാതെ ഒരു ബന്ധമായിരിക്കാം, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൻ്റെ ലൈഫിൽ നേരത്തെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി ആയിരിക്കാനുമായിട്ടുമുള്ള ഒരു ചാൻസ് കാണുന്നു. അപ്പോൾ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനായിട്ട് നിൽക്കുന്ന എന്തു തന്നെ സാഹചര്യങ്ങളാണെങ്കിലും അത്തരത്തിലുള്ള ഒരു സിറ്റുവേഷനിലേക്ക് താൻ പോകുമെന്ന് അവർ പോലും ചിന്തിച്ചിട്ടില്ല. പക്ഷെ പെട്ടെന്നുണ്ടായ ഒരു എക്സ്റ്റേണൽ എനർജിയുടെ സ്വാധീനം കാരണം അവരെ അതിലേക്ക് തള്ളിയിട്ടു, അല്ലെങ്കിൽ അവർ ഒരുപാട് ആവേശത്തോടു കൂടി അതിലേക്ക് പോയതുമാകാം. അപ്പം നിങ്ങളുടെ സാഹചര്യവുമായി കണക്ട് ചെയ്യുക കേട്ടോ. അതാണ് ഞാൻ ഈ പല പല സിറ്റുവേഷൻസ് പറയുന്നത്. അപ്പം വരും വരാഴികളൊന്നും ചിന്തിക്കാതെ എടുത്തു ചാടിയ ഒരു പേഴ്സണായിട്ടാണ് കാണുന്നത്. ഒരുപക്ഷെ നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടാണ് കടന്നു കളഞ്ഞെങ്കിലും അവർ അവിടെ ഹാപ്പി ആയിട്ടിരിക്കാനായിട്ട് പരമാവധി ശ്രമിച്ചിരുന്നു. അതുപോലെ അവർ അവിടെ ഒരുപാട് എൻജോയ് ചെയ്തതായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പക്ഷെ അന്ന് അവർക്ക് വലിയ കുറ്റബോധമൊന്നും ഉണ്ടായിരുന്നില്ല, കാരണം ആ ഒരു എൻജോയ്മെൻറ്റ് പുറത്തായിരുന്നു ജീവിച്ചിരുന്നത്. പക്ഷെ ഇപ്പോഴത്തെ എനർജിയിലോ ഒരു കുറ്റബോധം വന്നതായിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ നമുക്ക് ഇനി നിലവിലെ സാഹചര്യങ്ങൾ നോക്കാം. ഇപ്പോൾ നിലവിലെ സാഹചര്യം നോക്കുമ്പോൾ നിങ്ങളുടെ വ്യക്തിയും അതുപോലെ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിൽക്കുന്ന വ്യക്തികളുമായി വഴക്കുകൾ ഉണ്ടാകുന്നുണ്ട്, ആർഗ്യുമെൻറ്റ്സ് ഉണ്ടാകുന്നു, വാക്ക് തർക്കങ്ങളും ഉണ്ടാകുന്നുണ്ട്. അവർക്ക് അവിടെ സ്വസ്ഥമായിട്ടുള്ള ഒരു അന്തരീക്ഷമല്ല കാണുന്നത്. ആ ഒരു റിലേഷൻഷിപ്പിലേക്ക് ചാടി ഓടിപ്പോയ വ്യക്തിക്ക് ഒരുപാട് സ്ട്രെസ്സുകൾ ഉണ്ടാകുന്നു എന്നുള്ളത് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് കേട്ടോ. അവർക്ക് പഴയതുപോലെ ഹാപ്പി ആയിട്ടിരിക്കാനായിട്ട് ഒരിക്കലും സാധിക്കുന്നില്ല, കൂടുതലും പ്രശ്നങ്ങളാണ്. അപ്പം അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ഇപ്പോൾ ഉണ്ടായ ഈ ഒരു തിരിച്ചറിവ് എന്നുള്ളത് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നു. അതായത് അവർക്ക് വന്ന കുറ്റബോധം അതുകൊണ്ടാണ് എന്നുള്ളത് കാണാനായിട്ട് സാധിക്കുന്നു. അവരുടെ ജീവിതത്തിൽ ഇപ്പോൾ നടക്കുന്ന സ്ട്രഗിൾസ് ഉള്ളത് കൊണ്ട് തന്നെയാണ് അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതും അവർ തെറ്റ് ചെയ്തെന്ന് മനസ്സിലാക്കിയതും അതിനെ ഓർത്ത് വിഷമിക്കുന്നത് കാണുന്നതും. എന്തായാലും അവർ വളരെയധികം മടുത്ത ഒരു സിറ്റുവേഷനാണ് കാണുന്നത്. അതായത് എല്ലാം മതിയായി എന്നുള്ള ഒരു എനർജി. ഇവിടെ നോക്കുമ്പോൾ കാണുന്ന ലാസ്റ്റ് കാർഡ് പോലെ 10 of Wandsൻ്റെ എനർജി കണ്ടോ? അതായത് ഈ ഒരു ലാസ്റ്റ് കാർഡിൻ്റെ പോലെ എല്ലാം എടുത്ത് ഇറങ്ങിപ്പോരുന്ന ഒരു എനർജിയാണ്. അതായത് ഇനി എനിക്ക് അവിടെ നിൽക്കാൻ വയ്യ, മടുത്തു, സഹിക്കാവുന്നതിൻ്റെ അപ്പുറം ഞാൻ സഹിച്ചു, എനിക്കിനി ഒന്നും വയ്യ എന്ന് മടുത്ത് ഇറങ്ങിപ്പോകുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് ഈ കാണുന്നത്. ചിലപ്പോൾ അവർ ആ ഒരു സിറ്റുവേഷനിൽ ഇപ്പോൾ ഉണ്ടെങ്കിൽ പോലും മാനസികമായിട്ട് ഈ ഒരു വ്യക്തി അവിടെ അല്ല എന്നുള്ളതാണ് കാണുന്നത്. കാരണം അവർക്ക് അവിടെ ഒട്ടും സാറ്റിസ്ഫാക്ഷൻ ഇല്ല, അതാണ് കാണുന്നത്. അവരെ ഒരുപാട് മടുപ്പിക്കുന്ന ഒരു ബന്ധമായിട്ട് തന്നെയാണ് ഇപ്പോൾ ആ ഒരു സിറ്റുവേഷനെ അവർ നോക്കിക്കാണുന്നത്. അവർക്കൊട്ടും അവിടെ നിൽക്കാനുള്ള താല്പര്യമില്ല. അപ്പം ഇവിടെ ഒരു കാര്യം വ്യക്തമാണ്. ഇവിടെ നമുക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ പാസ്റ്റിൽ വന്നിരിക്കുന്ന ആ ഒരു ഫസ്റ്റ് കാർഡ് 10 of Wands, നമുക്കിവിടെ ലാസ്റ്റ് കാർഡും 10 of Wands ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പം ആ ഒരു പാസ്റ്റ് എനർജിയിലും അതായത് ഇത് കറണ്ട് എനർജിയാണ് അവരുടെ. അപ്പോൾ ആ ഒരു കറണ്ട് എനർജിയിലും ഈ ഒരു കാർഡ് വന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പം അത് മീൻ ചെയ്യുന്നത് എന്തെന്നാൽ ഈ ഒരു വ്യക്തിക്ക് അമിതമായ റെസ്പോൺസിബിലിറ്റിയോ കാര്യങ്ങളോ ഏറ്റെടുക്കാൻ കഴിയാത്ത ഒരു വ്യക്തിയാണ്. അതായത് പെട്ടെന്ന് മടുപ്പിലേക്ക് പോകുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത്. അതായത് ഈ ഒരു വ്യക്തിയുടെ കൂടെ നിൽക്കണമെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അവരുടെ കൂടെ നിൽക്കുന്ന പാർട്ട്ണറായി നിൽക്കുന്ന വ്യക്തിക്ക് അത്രത്തോളം ക്ഷമയും ഈ ഒരു വ്യക്തിയെ കൊണ്ടു നടക്കാനുള്ള ഒരു നയവും വേണം. എങ്കിൽ മാത്രമേ അവരോട് നിൽക്കാനായിട്ട് സാധിക്കൂ. അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണ് പെട്ടെന്ന് മടുപ്പ് തോന്നി ഈ ഒരു റിലേഷൻഷിപ്പ് വിട്ടു പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പം അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡുള്ള ഒരു വ്യക്തിയായിട്ടാണ് ഇവിടെ കാണുന്നത്. എന്തായാലും ഈ ഒരു പേഴ്സണെ സഹിക്കാൻ
അല്ലെങ്കിൽ അവരെ കൂടെ നിർത്തി സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കാനായിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് ഈ ഒരു വ്യക്തി ഇപ്പോൾ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. അപ്പം അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ചെയ്ത തെറ്റുകളെക്കുറിച്ച് ഓർത്ത് പശ്ചാത്താപിക്കുന്നതും നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നതും. എന്തായാലും ഈ വ്യക്തി ചെയ്തു പോയ കാര്യങ്ങൾക്ക് നിങ്ങളോട് ക്ഷമ പറയാനുള്ള ഒരു ചാൻസ് വളരെയധികം കാണുന്നുണ്ട്. അവരുടെ എല്ലാ ബാധ്യതകളും താഴെ ഇറക്കി വെച്ച്, അതാണ് നമുക്ക് ലാസ്റ്റ് കാർഡ് സൂചിപ്പിക്കുന്നത്. അപ്പം അവരുടെ എല്ലാ ബാധ്യതകളും താഴെ ഇറക്കി വെച്ച് നിങ്ങളുടെ അരികിലേക്ക് ഓടി എത്തണമെന്നാണ് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നത്. ഈ 10 of Wands എന്ന് പറഞ്ഞത് വളരെയധികം സ്ലോ എനർജിയാണ് കേട്ടോ. കാരണം അവർ അത്രയും ഭാരം ചുമന്നുകൊണ്ടാണ് വരുന്നത്. അപ്പം എന്തായാലും നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ കറണ്ട് എനർജി അനുസരിച്ചുള്ള സ്പ്രെഡിലെ ആ ഒരു ബോട്ടം ഓഫ് ദി ഡെക്ക് നമുക്ക് കിട്ടിയിരിക്കുന്നത് 8 of Pentacles ആണ്. അപ്പം അതായത് വളരെയധികം ഈ ഒരു വ്യക്തി ഇപ്പോൾ വിചാരിക്കുന്നത്, ഞാൻ ഹാർഡ് വർക്ക് ചെയ്യാനായിട്ട് റെഡിയാണ്, അല്ലെ എന്ത് വിട്ടുവീഴ്ചയും ഞാൻ ചെയ്യാനായിട്ട് റെഡിയാണ്. കാരണം എനിക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് തിരിച്ചു പിടിക്കണം, അല്ലെങ്കിൽ ഇതിനൊരു ഗ്രോത്ത് കൊണ്ടുവരണം എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണിത്. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഒരു ഗ്രോത്തും ഇല്ലാതെ ഇപ്പോൾ ഇരിക്കുകയാണെങ്കിൽ അതിലൊരു ഗ്രോത്ത് കൊണ്ടുവന്ന് ഈ ഒരു റിലേഷൻഷിപ്പ് ഒരു ഫ്രൂട്ട്ഫുൾ ആക്കണം എന്ന് ആ ഒരു വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നു. നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കുക. നിങ്ങളുടെ പേഴ്സൻ്റെ സോൾ മെസ്സേജാണ് നോക്കുന്നത്. Four of Swords, the Moon, Eight of Pentacles, Nine of Pentacles. ഒരു കാർഡ് കൂടെ നോക്കാം. Ten of Wands. ഇനിയും റിലേഷൻഷിപ്പ് ഗൈഡൻസ്. Ace of Swords, Eight of Wands, Three of Swords, Three of Pentacles. ഒരു കാർഡ് കൂടി നോക്കട്ടെ. Five of Pentacles. ബോട്ടം എനർജി ഹാങ്ഡ് മാനാണ് വന്നിരിക്കുന്നത്. അപ്പം ഇതാണ് ഇവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഇവിടെ പേഴ്സൻ്റെ സോൾ മെസ്സേജിലും ലാസ്റ്റ് കാർഡ് വന്നിരിക്കുന്നത് 10 of Wands തന്നെയാണ്. അപ്പോൾ നമുക്ക് റീഡിങ്ങിലോട്ട് പോവാം. നിങ്ങളുടെ പേഴ്സൻ്റെ സോൾ മെസ്സേജാണ് ഞാൻ പറയാനായിട്ട് പോകുന്നത് കേട്ടോ. എനിക്ക് ഈ ഒരു സമയം സമാധാനപരമായ അന്തരീക്ഷവും വിശ്രമവും ആവശ്യമാണ്. എൻ്റെ മനസ്സിൽ ഒരുപാട് മുറിവുകൾ വന്നിട്ടുണ്ട്, അതെല്ലാം ഹീലാക്കേണ്ടതുണ്ട്. എനിക്ക് ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാകുന്നുണ്ട്, ഭയങ്ങളുണ്ട്, അതെല്ലാം ഞാൻ ഹൈഡ് ചെയ്തിരിക്കുകയാണ്. എന്നാൽ ഞാൻ നമ്മുടെ ബന്ധത്തിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യാനും വിട്ടുവീഴ്ച ചെയ്യാനും തയ്യാറാണ്. ഞാൻ ഇപ്പോഴുള്ള സാഹചര്യത്തിൽ നിന്ന് സ്വതന്ത്രനും ശക്തനുമായി തീരാനായിട്ട് ആഗ്രഹിക്കുന്നു. ചിലപ്പോൾ എനിക്ക് ക്ഷീണം തോന്നുന്നു. ഒറ്റയ്ക്ക് എനിക്ക് ഈ ഭാരങ്ങളെല്ലാം താങ്ങാൻ കഴിയുന്നില്ല. അതുകൊണ്ട് എല്ലാ ബാധ്യതകളും ഇവിടെ ഇറക്കി വെച്ച് സ്വതന്ത്രനായി മുന്നോട്ട് പോകാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു.
അതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ സോൾ മെസ്സേജ്. ഇനി നമുക്ക് റിലേഷൻഷിപ്പ് ഗൈഡൻസ് നോക്കാം. എന്തായാലും ഇവിടെ ഒരു കാര്യം വ്യക്തമാണ്, നിങ്ങളുടെ ആ ഒരു വ്യക്തിയുടെ സാഹചര്യവുമായി കണക്റ്റായി വന്ന സോൾ മെസ്സേജ് ആൻഡ് ഗൈഡൻസ് ആണ് ഇവിടെ ലഭിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് റിലേഷൻഷിപ്പ് ഗൈഡൻസിലേക്ക് പോവാം. നിങ്ങൾക്കിപ്പോൾ ഈ ഒരു ബന്ധത്തിനെക്കുറിച്ച് ഒരു പുതിയ വ്യക്തതയോ അല്ലെങ്കിൽ സത്യമോ മനസ്സിലാകുന്നുണ്ടായിരിക്കാം. നിങ്ങളിപ്പോൾ സത്യത്തെ വ്യക്തമായിട്ട് കാണാൻ തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു പോസിറ്റീവ് ചേഞ്ച് പ്രതീക്ഷിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് സന്തോഷമുണ്ടാകുന്ന ഒരു ഹാപ്പി ന്യൂസ് വളരെ വേഗം നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ വളരെ കാലമായിട്ട് നിങ്ങൾ തിരഞ്ഞുകൊണ്ടിരുന്ന എന്തെങ്കിലും ഇൻഫർമേഷനെക്കുറിച്ചുള്ള ന്യൂസ് ആയിരിക്കാം നിങ്ങളുടെ അരികിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് ഹൃദയവേദന ഈ ഒരു റിലേഷൻഷിപ്പ് തന്നിട്ടുള്ളതായിട്ട് കാണുന്നു. എന്നാൽ ഇവിടെ ഈ ഒരു ബന്ധത്തിന് ഒരു ഹോപ്പ് ഉള്ളതായിട്ട് കാണുന്നു. രണ്ടുപേരും ഒരുമിച്ച് വർക്ക് ചെയ്യുവാനും പരസ്പരം മനസ്സിലാക്കാനും തയ്യാറാകണം. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഏകാന്തത അനുഭവപ്പെടാം. അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സൺ ഉപേക്ഷിക്കപ്പെട്ടതായിട്ടും നിങ്ങൾക്ക് തോന്നാം. അല്ലെങ്കിൽ ഒരു ഇമോഷണൽ സപ്പോർട്ടിന് പോലും ആരുമില്ലല്ലോ എന്നൊരു ചിന്തയും നിങ്ങൾക്കുണ്ടായിരിക്കാം. എന്നാൽ പ്രതീക്ഷ നഷ്ടപ്പെടുത്തരുത് എന്നാണ് ഇപ്പോൾ യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന അഡ്വൈസ്. അപ്പം എന്തായാലും നിങ്ങൾ പ്രതീക്ഷ കൈവിടാതിരിക്കുക. എപ്പോഴും വളരെ പോസിറ്റീവായിട്ടിരിക്കുക. അഥവാ പോസിറ്റീവായിട്ടിരിക്കാനായിട്ട് സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് മാനിഫെസ്റ്റേഷൻ ചെയ്യാവുന്നതാണ്. ഇന്നലെയായിരുന്നു ഫുൾ മൂണ്. അതിൻ്റെ എനർജി എന്തായാലും 2-3 ഡേയ്സും കൂടി നമ്മുടെ ഈ ഒരു അന്തരീക്ഷത്തിൽ കാണും. നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു ദിവസങ്ങളിലെല്ലാം വളരെ പവർഫുള്ളായിട്ടുള്ളൊരു എനർജിയാണ്. ഈ ഒരു സമയത്ത് നമ്മൾ എന്ത് ആഗ്രഹിച്ചാലും നമ്മളിലേക്കത് ശക്തമായി തന്നെ ആകർഷിക്കപ്പെടുന്നതാണ്. എന്തായാലും വളരെ പ്രതീക്ഷയോടുകൂടി ഇരിക്കാനാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ വളരെ പോസിറ്റീവായിട്ടിരിക്കണം കേട്ടോ.